ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞവരെ, ഇസ്റാ മിഅ്റാജ് യാത്രയിലെ സംഭവങ്ങളെ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസിൽ നിന്ന് നേരെ വായിക്കുന്ന ഒരു പദ്ധതിയാണ്, ഒരു ശ്രമമാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമുക്കറിയാം, ഇസ്ലാമിക ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മഹാ അത്ഭുത സമയങ്ങൾ, അത്ഭുത നിമിഷങ്ങൾ, മുഅ്ജിസത്തുകൾ, അതിനൊക്കെ വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലും അതിന് അടിസ്ഥാനങ്ങളുണ്ട്, ആധാരങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരപ്പെട്ട ഹദീസുകളെ വിശ്വസിക്കുന്നതിൽ ഒരു ആശങ്കയോ ഒരു തരത്തിലുള്ള അവ്യക്തതകളോ അയാളുടെ മനസ്സിനെ പിടികൂടേണ്ടതില്ല. നേരെ മറിച്ച് ലോകത്ത് പല കഥകളും പറഞ്ഞ്, പല അത്ഭുത കഥകളും പറഞ്ഞ് മുസ്ലിം സമൂഹത്തിൽ തന്നെ പലരും ഊരി ചുറ്റുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതിൻ്റെ അടിത്തറ എന്താണ്, അതിൻ്റെ പ്രമാണം എന്താണ് എന്ന് ചോദിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കണിശമായ നിബന്ധനകളിലൂടെ, ശക്തമായ ചില രീതിശാസ്ത്രങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങളെ സ്ഥിരപ്പെടുത്താൻ നിശ്ചയിച്ച മുഹദ്ദിത്തുകളുടെ ശ്രമം ഇസ്റാ മിഅ്റാജ് എന്നൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. മറ്റു വിഷയങ്ങളുമായി എന്ന് ചേർത്ത് പറയേണ്ടതുമാണ്, ആമുഖമായി പറഞ്ഞു വെച്ചു എന്ന് മാത്രം. നമുക്കറിയാം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളായിരുന്നു ഇസ്റാ മിഅ്റാജ്. നബിക്ക് കിട്ടിയ ആശ്വാസം തെല്ലൊന്നുമല്ല. നബിയുടെ മനസ്സിൽ വിഷമങ്ങളുണ്ടായിരുന്നു, സങ്കടങ്ങളുണ്ടായിരുന്നു. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്, മക്കയിലെ ആളുകൾ നബി എത്ര പ്രബോധനം ചെയ്തിട്ടും 10 വർഷക്കാലം അവർക്കിടയിൽ നബി ഇസ്ലാമിന്റെ ഏറ്റവും നല്ല തനിമയാർന്ന ആശയത്തെ, ആദർശത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടും പലരും അതിലേക്ക് കടന്നു വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കദ്ദാബെന്നും കാദിബെന്നും സാഹിറെന്നും മജ്നൂനെന്നും ഷാഇറെന്നും ഒക്കെ പറഞ്ഞ് നബിയെ അവഹേളിച്ചു, പരിഹസിച്ചു. നബിയുടെ കുടുംബക്കാര് നബിക്കെതിരെ ഗൂഢാലോചനകൾ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വരെ അവർ ശ്രമങ്ങൾ നടത്തി. അവരുടെ അവിശ്വാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വ്യാജമാക്കിയ പ്രവർത്തനങ്ങൾ നബിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ചില ആയത്തുകൾ നമ്മൾ ഓതി പോകാറുണ്ട്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. നബിക്ക് സ്വയം ജീവൻ ഒടുക്കാൻ പോലും തോന്നിയെന്നാൽ അവർ അവിശ്വസിച്ചതിന്റെ സങ്കടത്താൽ, അവർ നബിയെ കളവാക്കുന്നതിന്റെ സങ്കടം കാരണം, അവര് മുഅ്മിനീങ്ങളാവുന്നില്ല എന്ന ഒറ്റ കാരണം നബിക്ക് ജീവൻ ഒടുക്കാൻ പോലും തോന്നിയെന്നാൽ. പക്ഷേ അള്ളാഹു ആശ്വാസം നൽകുന്നു. തിരുമനസ്സിന് അള്ളാഹു ആശ്വാസവും സമാധാനവും ഏകുന്നു. ചില സന്ദർഭങ്ങൾ, 3 സന്ദർഭങ്ങളെ മക്കിയായ സൂറത്തുകളിൽ കാണാനാകുമെന്ന് നമ്മൾ വിശദീകരിച്ചതാണ്, മനസ്സിലാക്കിയവരാണ്. ഒന്ന്, ജിന്നുകളുടെ ഇസ്ലാം മത സ്വീകരണം. ജിന്നുകളിൽപ്പെട്ട ചില ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടു. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറു മിനൽ ജിൻ ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. അത് നബിക്ക് ആശ്വാസമായിരുന്നു. മക്കക്കാർ മുഴുവൻ നബിയെ ധിക്കരിച്ചപ്പോൾ, തിരസ്കരിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത, നമ്മളെ കാണുന്ന ഒരു സമൂഹം നബിയുടെ വിശുദ്ധ ഖുർആനിൽ ആകൃഷ്ടരായി നബിയിൽ വിശ്വസിച്ച രംഗം നബിക്ക് ആശ്വാസം പകർന്നു. അതുപോലെ തന്നെ മക്കയിൽ ഉണ്ടായിരുന്ന ചില ക്രൈസ്തവ വിശ്വാസികൾ, ക്രൈസ്തവ പുരോഹിതന്മാർ വിശുദ്ധ ഖുർആന്റെ ആയത്ത് കേൾക്കാനിടയാവുകയും അവരുടെ കണ്ണുകൾ നിറയുകയും ഇസ്ലാമിലേക്ക് അവർ കടന്നു വരികയും നബിയെ അംഗീകരിക്കുകയും ചെയ്ത രംഗത്തെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതൊക്കെ നബിക്ക് ആശ്വാസം കിട്ടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമിച്ച രംഗമാണല്ലോ മക്കക്കാരെ വിശ്വസിച്ച സമയം. ആ വിഷമത്തിന്റെ മേൽ വീണ്ടും നബിക്ക് വിഷമങ്ങൾ വന്നു. അഥവാ ആമുൽ ഹുസൻ, നബിക്ക് താങ്ങും തണലുമായി നിന്ന അബൂ ത്വാലിബിന്റെ മരണം, നബിക്ക് തണലേകിയിരുന്ന ആശ്വാസവും കുളിർമയും ഏകിയിരുന്ന തന്റെ പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് കൊല്ലാനാണ് മക്കക്കാര് ശ്രമിച്ചത്. നബി ഹിജ്റക്ക് തുടക്കമിടുന്നതും ഹിജ്റയെ കുറിച്ച് ചിന്തിക്കുന്നതും ആ നിമിഷങ്ങൾ മുതലാണ്. കാരണം അതുവരെ കൊല്ലാതെ, നബിയെ തൊടാതെ നബിയെ സംരക്ഷിച്ചു പോന്നിരുന്നത് അബൂ ത്വാലിബായിരുന്നു. നബിയുടെ ജീവിതത്തിൽ നബി ഏറെ സ്നേഹിച്ചിരുന്ന വ്യക്തിയും അബൂ ത്വാലിബായിരുന്നു. പക്ഷേ അവസാന നിമിഷം പോലും ശിർക്കൻ വാക്കുകൾ പറഞ്ഞ് അബൂ ത്വാലിബ് വേർപെട്ടപ്പോൾ അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ നബിക്ക് ആശ്വാസം നൽകി. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ ഹൃദയം തകർന്നു നിൽക്കുന്ന തിരുനബി, ഉഹുദോ ബദറോ അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വേറെ ഏതെങ്കിലും നിമിഷങ്ങളോ അല്ല നബി സങ്കടം നിറഞ്ഞ ദിവസമായി ആയിഷ ബീവിയോട് പറഞ്ഞത്. നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കട നിർഭരമായ നിമിഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ത്വായിഫിൽ നിന്ന് മലയിറങ്ങി വന്ന ആ ഘട്ടങ്ങളായിരുന്നു. മക്കയിലേക്ക് കർണ സാലിബ്
റസൂലുള്ളാഹി അഭയം തേടിയ നിമിഷമായിരുന്നു, യൗമു അഖബയായിരുന്നു എന്നൊക്കെ ഹദീസിൽ വന്ന വാക്കുകളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇസ്റാ മിഅ്റാജ് നടക്കാനുണ്ടായിരുന്ന ഒരു പശ്ചാത്തലത്തെ സംബന്ധിച്ചാൽ, സന്ദർഭത്തെ സംബന്ധിച്ചാൽ ആ നിമിഷങ്ങളിൽ ഹൃദയം വേദിക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ആശ്വാസവും കുളിരുമായിട്ട് റബ്ബ് കാണിച്ചു കൊടുത്ത ചില കാഴ്ചകളുണ്ട്. നബിയുടെ വിഷമങ്ങളെ മറപ്പിച്ചു കളഞ്ഞ ചില സുന്ദര മുഹൂർത്തങ്ങൾ. അതാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ അവരുടെ സ്വഹീഹിൽ കുത്തിവെച്ച, രേഖപ്പെടുത്തി വെച്ച അനസ് ബിൻ മാലിക്കിന്റെയും ജാബിർ ബിൻ അബ്ദുല്ലയുടെയും അബ്ദുല്ലാഹി ബിൻ അബ്ബാസിന്റെയും അബൂ ഹുറൈറയുടെയും ഒക്കെ ഹദീസുകളായി നമ്മുടെ മുന്നിൽ സ്ഥിരപ്പെട്ട ഹദീസുകളായി നിറഞ്ഞു നിൽക്കുന്നത്. ഒരല്പ നിമിഷങ്ങളെങ്കിലും ആ വാക്കുകളൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നബിയുടെ ജീവിതത്തിലെ സുന്ദരങ്ങളായ മുഅ്ജിസത്തുകളിൽ ഏറെ ശ്രേഷ്ഠകരമായ, അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു മുഅ്ജിസത്തിനെ നമ്മുടെ വിശ്വാസത്തിന്റെ തിളക്കത്തിന് വേണ്ടി, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ മൂർച്ചയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന്റെ ശക്തിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ അതിനെ വായിച്ചെടുക്കാം. നമുക്കറിയാം ഇസ്രാ മിഅ്റാജ് യാത്ര നബിയുടെ 50-ാമത്തെ വയസ്സിലാണ്. 50 വർഷങ്ങൾ പിന്നിട്ടു. നുബുവത്തിന്റെ 10 വർഷം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമിച്ച് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ തന്റെ ഹിജറയുടെ മുമ്പ്, ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് താൻ പലായനം ചെയ്യപ്പെടുന്നതിന് മുമ്പ് റബ്ബേകിയ ഒരു സമ്മാനം, റബ്ബേകിയ ഒരു ആശ്വാസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ യാത്രക്ക് വേണ്ടി ഒരുക്കിയ റബ്ബിന്റെ ചില ഇടപെടലുകൾ, റബ്ബിന്റെ ചില തീരുമാനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാതെ പോയിട്ടില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാ മിഅ്റാജ് നടക്കുന്നതിന് മുമ്പ് നബിയെ റബ്ബ് പാകപ്പെടുത്തിയ രംഗത്തെ സംബന്ധിച്ച് അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫുരിജ അൻ സഖഫി ബൈതി വ അന ബി മക്ക. റസൂലുള്ളാഹി പറഞ്ഞത്രേ, റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തത്രേ, ഞാൻ മക്കയിലായിരിക്കെ എൻ്റെ വീടിന്റെ മേൽക്കൂര ഒന്ന് പിളർത്തപ്പെട്ടു. വഫനസല ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ഫഫറജ സദ്രി, എന്നിട്ട് എൻ്റെ ഹൃദയത്തെ ജിബ്രീൽ പിളർത്തി. സുമ്മ ഗസലഹു ബിമാഇ സംസം, എൻ്റെ നെഞ്ചിനെ പിളർത്തിയിട്ട് എൻ്റെ നെഞ്ചിൽ സംസം കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിനെ കഴുകി. സുമ്മ ജാഅ ബിതസ്തിൻ മിൻ ദഹബ്, പിന്നീട് ഒരു സ്വർണത്തിന്റെ താലവുമായി, സ്വർണത്തിന്റെ തളികയുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. മംലൂഅതു മുംതലിഉൻ ബിൽ ഹിക്മതി വൽ ഈമാൻ, ഈമാനും വിജ്ഞാനവും നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ആ തളിക, അല്ലെങ്കിൽ ആ ഒരു പാത്രം. ഈമാനും അതുപോലെ തന്നെ വിജ്ഞാനവും. അത് എന്നിട്ട് നബിയുടെ ഹൃദയത്തിലേക്ക് ഒഴിച്ചു, നബിയുടെ സദറിലേക്ക്, നെഞ്ചിലേക്ക് ജിബ്രീൽ ഫഅഫറഗഹു ഫീ സദ്രി, അത് എൻ്റെ നെഞ്ചിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ ഒഴിച്ചു. സുമ്മ തുബഖഹു, എന്നിട്ട് അതിനെ മൂടി. അതിനെ പഴയ പടിയാക്കി. ഹദീസിൽ ഇങ്ങനെ പലയിടത്തും ഈ സംഭവങ്ങൾ ഇങ്ങനെ വിശദീകരിക്കണത് കാണാം. നബിയുടെ കഴുത്ത് മുതൽ നബിയുടെ വയറിന്റെ മുകള് വരെ കീറി എന്നും പറഞ്ഞു, മുകള് വരെ കീറി എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഈ സംഭവം നടക്കുന്നത്, നബിയുടെ നെഞ്ചു കീറിയ സംഭവം വേറെയും, ഇത് രണ്ടാമത്തെ ഘട്ടമാണ്. വേറെ ഒന്ന് ബനു സഅദ് ഗോത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്ന സമയത്ത് ബനു സഅദ് ഗോത്രത്തില് ചെറുപ്പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു പിളർത്തിയ രംഗം സ്വഹീഹായ ഹദീസിൽ വേറെ വന്നിട്ടുണ്ട്. അത് വേറെ സംഭവമാണ്. ഇത് രണ്ടാമത്തെ സംഭവമാണ്. അഥവാ ഈ ഇസ്റാ മിഅ്റാജ് യാത്രക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തയ്യാറാക്കുന്ന ഒരു ഘട്ടമായിട്ടാണ് നമുക്കിതിനെ കാണാനാകുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സുദീർഘമായ ഹദീസ് നമുക്ക് വായിച്ചു പോകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ രംഗം അവിടെ ഉണ്ട്. ഫസ്തഖ്റജ ഖൽബി, എൻ്റെ ഹൃദയത്തെ പുറത്തെടുത്തു. എന്നിട്ട് ആ പറഞ്ഞ താലത്തിലെ സംസം കൊണ്ട് എൻ്റെ ഹൃദയം കഴുകി. സുമ്മ ഹുഷിയ സുമ്മ വഈദ, അതിനെ പഴയപടിയാക്കി. അങ്ങനെ ഇരിക്കെ സുമ്മ ഉതീതു ബിദാബത്തിൻ, പിന്നീട് എനിക്ക് വേണ്ടി ഒരു ജന്തുവിനെ, ഒരു മൃഗത്തെ കൊണ്ടുവരപ്പെട്ടു. ദൂനൽ ബഗൽ, അതൊരു കോവർ കഴുതയേക്കാൾ ചെറുതാണ്. ഫൗക്കൽ ഹിമാർ, സാധാ കഴുതയേക്കാൾ വലുതുമാണ്. അബിയദ, അത് വെളുത്ത ഒരു മൃഗമായിരുന്നു ഞാൻ. എന്നിട്ട് ആ സംഭവത്തെ പറഞ്ഞു, അത് അൽ ബുറാഖ്, ഹുവൽ ബുറാഖ്, അതാണ് ബുറാഖ്. ബുറാഖ് എന്ന വാക്ക് തന്നെ നമുക്കറിയാം ബറക്ക എന്ന് പറഞ്ഞാൽ മിന്നൽ അടിച്ചു. ബർക്ക് എന്ന് പറയാറുണ്ട് മിന്നലിന്. അപ്പൊ ഒന്നുകിൽ ഇതിന്റെ വേഗത കാരണമായിരിക്കാം ബുറാഖ് എന്ന പേര്, കാരണം മിന്നൽ പിണർ പോലെ അതിവേഗതയിൽ പോകുന്നത്. അതല്ലെങ്കിൽ അതിന്റെ ആ പറയപ്പെട്ട കളർ, അതിന്റെ നിറം, അത് അബിയതാണ്, അഥവാ നല്ല തൂവെള്ള നിറമുള്ള, മിന്നൽ പോലെ തന്നെ നല്ല പ്രകാശപൂരിതമാണ്, പ്രകാശമായിരുന്നു എന്നും അതിലെന്ത് ചെയ്യുന്നു പറയപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി പറഞ്ഞത്രേ, യൽഔ ഖത്വഹു ഇൻദ അഖ്സാ തർഫിഹി, ഈ മൃഗത്തിന്റെ ഒരു കാൽവെപ്പ് അതിന്റെ കണ്ണ് എവിടെയാണോ എത്തുന്നത്, ആ കണ്ണെത്തും ദൂരത്ത് അതിന്റെ ഒരു കാല് ചെന്നെത്തും എന്നാണ്.
റസൂലുള്ളാഹി പറഞ്ഞു ഫഹുമിൽതു അലൈഹി, എന്നിട്ട് ഞാൻ അതിന്റെ മേൽ വഹിക്കപ്പെട്ടു. ഫന്തലഖ ബി ജിബ്രീൽ, അങ്ങനെ എന്നെയും കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പോയി. ഹത്താ അത സമാഅ ദുനിയ ഫസ്തഫ്തഹ്. അല്ലെ, അവിടെ ആദ്യം പറയുന്നത് അല്ലെ നേരെ പോയ രംഗമാണ്. എവിടേക്ക്? നേരെ പോയത് ആകാശത്തേക്ക്. അഥവാ ശരിക്കും ആ യാത്ര തുടങ്ങുന്നത്, ബുറാക്കിലെ യാത്ര തുടങ്ങുന്നത് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. വേറെ ചില റിവായത്തുകൾ മുഴുവൻ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹു എത്ര പരിശുദ്ധനാണ്. റബ്ബ് പരിശുദ്ധനാണ് എന്ന് റബ്ബ് പറയണമെങ്കിൽ അവിടെ നടക്കാൻ പോണ കാര്യം വലിയ അത്ഭുതമുള്ളതാണ്, വളരെ അത്ഭുതം നിറഞ്ഞ സംഗതിയാവണം. ഏതൊരു സ്ഥലത്തും ഇപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ മഹാ കഴിവുകൾ എടുത്തു പറയുന്നിടത്തൊക്കെ റബ്ബ് തസ്ബീഹ് ഉപയോഗിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അത് ആശ്ചര്യം നിറഞ്ഞ സംഭവങ്ങളാണ്. ഇസ്രാ മിഅ്റാജ് വളരെ ആശ്ചര്യം നിറഞ്ഞൊരു സംഭവം ആയതുകൊണ്ടാണ് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെയും കൊണ്ട് എന്നാണ്. റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും നല്ല വിശേഷണം, ഏറ്റവും നല്ല മദ്ഹ് ദാസൻ എന്നാണ്, അടിമ എന്നാണ്. ആ അടിമയെയും കൊണ്ട് യാത്രയാണ് നടത്തി പഠിച്ച റബ്ബ്. അവൻ എത്ര പരിശുദ്ധനാണ്. എന്നിട്ട് ഇവിടെ മുതൽ മസ്ജിദുൽ ഹറം മുതൽ മസ്ജിദുൽ അഖ്സ വരെ എന്നാണ്. മസ്ജിദുൽ അഖ്സ വരെ പോയി. അഖ്സ മുതലാണ്, അത് ബൈത്തുൽ മുഖദ്ദസ് മുതലാണ് ആകാശാരോഹണം നടക്കുന്നത്, മിഅ്റാജ് നടക്കുന്നത് എന്നുള്ളത് എല്ലാ റിവായത്തുകളിൽ നിന്ന് വായിച്ചെടുക്കാനാകും. അപ്പൊ ഈ പറയപ്പെട്ട സംഗതി അഖ്സയിൽ നിന്നാണ്. ആ രംഗത്തെ ഹദീസുകളിൽ തന്നെ കാണാനാകും. അഖ്സയിലേക്ക് റസൂലുള്ളാഹി വന്നതും അല്ലെ, അഖ്സയിലേക്ക് വന്നിറങ്ങിയിട്ട് ആ ബുറാക്കിനെ അഖ്സയുടെ അരികിൽ എന്ത് ചെയ്യാറുണ്ട്, അവിടെയുള്ള ചില സ്ഥലത്ത് അമ്പിയാക്കൾ അവരുടെ മൃഗങ്ങളെ വാഹനങ്ങളെ കെട്ടിയിടാറുണ്ട്. അതേ സ്ഥലത്ത് ബുറാക്കിനെയും റസൂലുള്ളാഹി കെട്ടിയിട്ടു എന്ന് ഹദീസിൽ വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മസ്ജിദുൽ അഖ്സയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ചു എന്ന് ഹദീസിൽ വന്നു. ഫസല്ല ثم دخل المسجد فصلى ركعتين. 2 റക്അത്ത് റസൂലുള്ളാഹി നമസ്കരിച്ച് ഇന്ന് പുറത്തേക്ക് വന്ന റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും 2 പാത്രങ്ങളുമായി വന്നു. ഒരു പാത്രത്തിൽ കള്ളും മറ്റൊരു പാത്രത്തിൽ ലബനുമായിരുന്നു. ഫഖ്താറ ലബൻ, റസൂലുള്ളാഹി പാലിനെ തെരഞ്ഞെടുത്തു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ലഖദ് ഇഖ്തർതൽ ഫിത്ര, നീ തെരഞ്ഞെടുത്തത് നൈസർഗികതയാണ്, പ്രകൃതിയെ, മനുഷ്യന്റെ പ്രകൃതി പാലിനോടാണ്, അത് നീ തെരഞ്ഞെടുത്തു. വേറെ റിവായത്തിൽ കാണാം, നബി എങ്ങാനും കള്ളിനെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ നിന്റെ ജനത വഴി പിഴച്ചു പോകുമായിരുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പറഞ്ഞെടുത്തുന്ന. അഥവാ മദ്യം എത്ര വിനാശകാരിയാണ് എന്ന് ഓർമ്മിപ്പിച്ചു. വിലക്കപ്പെട്ട കാര്യവുമാണ്. ഏതായാലും മദീനയിലാണ് കള്ള് വിരോധിക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. മദീന കാലഘട്ടത്തിൽ, ഇത് മക്ക കാലഘട്ടത്തിലാണല്ലോ ഈ സംഭവം. ഏതായാലും ആ സംഭവം അവിടുന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെയും കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശാരോഹണം അഥവാ മിഅ്റാജ് തുടങ്ങുന്നത്. അതാണ് ഇവിടെ വിശദീകരിച്ചതും. 1-ാം ആകാശത്തേക്ക് പുറപ്പെട്ടു. ഫസ്തഫ്തഹ്, ഈ ദുനിയാവിന്റെ ആകാശത്തിന്റെ അരികത്ത് വന്ന് നിന്നപ്പോൾ തുറന്നു കൊടുക്കാൻ വേണ്ടി ജിബ്രീൽ ആവശ്യപ്പെട്ടു. ഫഖീൽ, ജിബ്രീലിനോട് ചോദിക്കപ്പെട്ടതോ മലക്ക് ചോദിച്ചു, മൻ ഹാദ, ഇതാരാണ്, ആരാ വന്ന് മുട്ടിയത്, ആരാണ് വന്ന് മുകളിലേക്ക് കയറാൻ അനുവാദം തേടിയത്? ഖാല ജിബ്രീലു, ജിബ്രീലാണെന്ന് പറഞ്ഞു. ഖീൽ വമൻ മഅക്, നിന്റെ കൂടെ ആരാണ്? ഖാല മുഹമ്മദ്, എന്റെ കൂടെ മുഹമ്മദ് ഉണ്ടെന്ന്. ഖീല വഖദ് ഉർസില ഇലൈഹി, അല്ലാഹുവിന്റെ അരികിലേക്ക് പറഞ്ഞേക്കപ്പെടുകയാണ്. അഥവാ ചില ആളുകൾ വിചാരിക്കും വഖദ് ഉർസില ഇലൈഹി എന്ന് പറഞ്ഞാൽ എന്താണ്, ജിബ്രീൽ എന്താണ് നബിയുടെ അരികിലേക്ക് അനുവാദം നൽകപ്പെട്ടിട്ടുണ്ടോ, അയക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ അതിന് വിശദീകരിച്ച് കാണാം. ഏതായാലും റബ്ബിന്റെ അരികിലേക്കാണ്, അത് റബ്ബിന്റെ അനുവാദത്തോടു കൂടിയാണ്. അഥവാ മലക്കുകൾക്ക് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, റബ്ബ് ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുത്താലേ മലക്കുകൾക്ക് അറിയുള്ളൂ. ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ മലക്കുകൾ അറിയുന്നത് റബ്ബ് അറിയിച്ചു കൊടുക്കുമ്പോഴാണ്. അല്ലാത്ത സമയത്ത് മലക്കൾക്ക് ഒരു കാര്യവും അറിയുകയുമില്ല, ആകാശത്തുള്ള മലക്കുകൾ. അതൊക്കെ ഈ സംഭവത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണ് എന്ന് പറഞ്ഞപ്പോൾ, അതെ അള്ളാഹുവിന്റെ അരികിലേക്ക് പറഞ്ഞേക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, തുറന്നു കൊടുത്തു എന്നാണ്. ആ മലക്ക് മർഹബൻ ബി ഫനിഅമൽ മജീഅ, എത്ര നല്ല മനുഷ്യനാണ് കടന്നു വന്നത്, എത്ര അനുഗ്രഹപൂർണനാണ്, സ്വാഗതം, അദ്ദേഹത്തിന് സ്വാഗതം അരുളി. ഫഫുതിഹ, അങ്ങനെ അത് തുറക്കപ്പെട്ടു. ഫലമ്മ ഖലസ്തു ഫഇദാ ഫീഹാ ആദം, ഞാൻ അവിടുന്ന് ഇങ്ങനെ കയറി മുകളിലേക്ക് കയറി എത്തിയപ്പോൾ അതാ അവിടെ ആദം അലൈഹിസ്സലാം, 1-ാം ആകാശത്ത് വെച്ച് റസൂലുള്ളാഹി കണ്ടുമുട്ടിയത് ആദം നബിയെയാണ്. ഫഖാല ഹാദാ അബൂക്, അല്ലേ, നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇത് നിന്റെ ഉപ്പയാണ് ആദം. ഫസല്ലിം അലൈഹി, എന്നിട്ട് സലാം പറ. ഒരു മര്യാദ പഠിപ്പിച്ചു കൊടുത്തു. ഒരാളെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, സലാം പറ. നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല, സലാം പറയും. നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാൻ കൽപ്പിച്ചു. ഫസല്ലംതു അലൈഹി, റസൂൽ പറഞ്ഞു, ഞാൻ ആദം നബിക്ക് സലാം പറഞ്ഞു. ഫറദ്ദ സലാം, ആദം നബി സലാം മടക്കി.
ثم قال അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു മർഹബൻ ബിൽ ഇബ്നി സാലിഹ് വനബി സാലിഹ്, ഏറ്റവും നല്ല സ്വാലിഹായ മകൻ, സ്വാലിഹായ നബിക്ക് സ്വാഗതം. അവിടെ ഒരു നുബുവത്തും എടുത്തു പറഞ്ഞു, അവിടെ ഒരു ബുനൂവത്തും എടുത്തു പറഞ്ഞു. നുബുവത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്ത്, നബിക്ക് സ്വാഗതം, സ്വാലിഹായ നബി. മറ്റേത് ബുനൂവത്ത്, നുബുവത്തും ബുനൂവത്തും. ബുനൂവത്ത് എന്ന് പറഞ്ഞാൽ ഇബ്ന്, മകനാണ്. രണ്ടും ആ ഒരു വാക്കിലെ അത്ഭുതം അവിടെ മനസ്സിലാക്കാൻ കഴിയും. ثم صعد حتى أتى السماء الثانية فاستفتح. അങ്ങനെ രണ്ടാമത്തെ ആകാശത്തേക്ക് എത്തി. അവിടെയും അനുവാദം തേടി. അനുവാദം ഇല്ലാതെ ആർക്കും മുകളിലേക്ക് കയറി ചെല്ലാൻ പറ്റൂല. അള്ളാഹുവിന്റെ ചില രീതികൾ നോക്കി അത് നടപ്പാക്കിയത് നോക്കൂ അല്ലെ. അങ്ങനെ രണ്ടാമത്തെ ആകാശത്തും അനുവാദം തേടി തുറന്നു കൊടുക്കാൻ വേണ്ടി. ആരാന്ന് മുകളിൽ നേരത്തെ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ ഈ ആകാശത്തൊക്കെ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് കൂടെ ഉണ്ട്, മുഹമ്മദിനെ അയക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അവിടെയും മർഹബൻ ബിഹി എന്ന് പറഞ്ഞ മലക്കുകൾ ആ ഒരു വരവേൽക്കുകയും അങ്ങനെ ഞാൻ അത് രണ്ടാം ആകാശത്ത് വെച്ച് ആരെ കണ്ടു? യഹ്യ നബിയെയും ഈസാ നബിയെയും കണ്ടു എന്നാണ്. ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫിയെ പോലെ ഉണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞൊരു രംഗം വേറെ കാണാൻ കഴിയും ഈസാ നബിന്റെ രൂപം പറഞ്ഞപ്പോൾ. ഏതായാലും യഹ്യ നബിയെയും ഈസാ നബിയെയും അവിടെ കണ്ടു. വഹുമ ഇബ്ന അൽ ഖാല, അവിടെ രണ്ടുപേരും എന്താണ്? ഇബ്ന അൽ ഖാല, ഖാലത്തിന്റെ രണ്ട് മക്കളാണ്. ഖാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും മാതൃ സഹോദരിക്കാണ് പലപ്പോഴും ഖാലത്ത് ഉപയോഗിക്കാറുള്ളത്. ഖാല ഹാദാ യഹ്യ വ ഈസ, എന്നിട്ട് പറഞ്ഞു ഇത് ഈസയും യഹ്യയുമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്താൻ. ഫസല്ലിം അലൈഹിം, അവർ രണ്ടാരോട് സലാം പറ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സലാം പറയാൻ വേണ്ടി ശീലിപ്പിച്ചു നബിയെ. ഫസല്ലംതു ഫറദ്ദാ, സലാം പറഞ്ഞു, രണ്ടുപേരും മടക്കി. തുമ്മ ഖാല, അവർ രണ്ടുപേരും പറഞ്ഞു മർഹബൻ ബിൽ അഖി സ്വാലിഹ് വന്നബി സ്വാലിഹ്, ഏറ്റവും നല്ല സഹോദരന് സ്വാഗതം, സ്വാലിഹായ സഹോദരന് സ്വാഗതം, സ്വാലിഹായ നബിക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് നബിനെ സ്വാലിഹ എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് അവരൊക്കെ നബിയെ എതിരേറ്റുന്ന, നബിയെ സ്വീകരിച്ചതും. മൂന്നാം ആകാശത്തേക്ക് കടക്കാം. സുമ്മ സഅദ ബി ഇല സമാഇ സാലിസ, പിന്നെ എന്നെയും കൊണ്ട് ജിബ്രീൽ മൂന്നാം ആകാശത്തേക്ക് കയറി. ഫസ്തഫ്തഹ്, അത് തുറക്കാൻ വേണ്ടി അനുവാദം തേടി ജിബ്രീൽ. ഖീല മൻ ഹാദാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരാ, കൂടെ ആരാ എന്നൊക്കെ പറഞ്ഞ് മറുപടിയും പറഞ്ഞ് അവരെന്ത് ചെയ്യും? മൂന്നാം ആകാശത്ത് വെച്ച് ആരെ കണ്ടു? ഫലമ്മ ഖലസ്തു ഫൈദാ യൂസുഫ്, അതാ മൂന്നാം ആകാശത്ത് യൂസുഫ് അലൈഹിസ്സലാം. ഖാല ഹാദാ യൂസുഫ്, ഇതാ ഇത് യൂസുഫ് ആകുന്നു. ഫസല്ലിം അലൈഹി, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു സലാം പറ. ഫസല്ലംതു അലൈഹി ഫറദ്. ثم قال مرحبا بالاخ الصالح ونبي الصالح, നല്ല സഹോദരന് സ്വാഗതം, നബിക്ക് സ്വാഗതം, സ്വാലിഹായ നബിക്ക് സ്വാഗതം. മറ്റൊരു പറഞ്ഞ പോലെ തന്നെ യൂസുഫ് നബിയും എന്ത് ചെയ്തു? അവിടെ മറുപടി പറഞ്ഞു എന്നാണ്. പിന്നെ നാലാം ആകാശത്തേക്കാണ്. ثم صعد بي حتى اتى السماء الرابعه, നാലാം ആകാശത്തേക്ക് എന്നെയും കൊണ്ട് കയറി. فاستفتح قيل من هذا, നേരത്തെ പറഞ്ഞ പോലെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി, നമ്മൾ വല്ലാതെ ദീർഘിക്കുന്നില്ല. هذا ഇദ്രീസ് فسلم عليه, ഇദ്രീസാണ്. നാലാം ആകാശത്ത് വെച്ച് ഇദ്രീസ് അലൈഹിസ്സലാമിനെ കണ്ടു. فسلمت عليه فرد ثم قال مرحبا بالاخ الصالح ونبي الصالح ثم صعد بي حتى اتى السماء الخامسه, അഞ്ചാം ആകാശത്തേക്ക് എത്തുന്നത് വരെ. ഫസ്തഫ്തഹ്, നേരത്തെ സംഭവിച്ച സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി അല്ലെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആരാന്ന് ചോദിക്കുന്നു, ജിബ്രീലാന്ന് പറയുന്നു, നബിയാണ് കൂടെ എന്ന് പറയുന്നു അല്ലെ, മുഹമ്മദാണ് കൂടെ എന്ന് പറയുന്നത്. ആ സംഭവങ്ങളൊക്കെ അവിടെയും നടന്നു. ഹാദാ ഹാറൂൻ ഫസല്ലിം അലൈഹി, ഇത് ഹാറൂൻ അലൈഹിസ്സലാമാണ്. ഫസല്ലംതു അലൈഹി ഫറദ് ഖാല മർഹബൻ ബിൽ അഖി സ്വാലിഹ് വനബി സ്വാലിഹ് ثم صعد بي حتى اتى السماء السادسه, അങ്ങനെ ആറാം ആകാശത്തെത്തി. ഫസ്തഫ്തഹ്, അതിനെ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നേരത്തെ സംഭവിച്ച സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി. ഫഇദാ മൂസ, അത് ആറാം ആകാശത്തിൽ മൂസ അലൈഹിസ്സലാം. ഖാല ഹാദാ മൂസ ഫസല്ലിം അലൈഹി, ഇത് മൂസയാണ്, മൂസയോട് സലാം പറ. ഫസല്ലംതു അലൈഹി ഫറദ്ദ. ثم قال مرحبا بالاخ الصالح ونبي الصالح, അവിടെ സംഭവം കൂടി ഉണ്ടായി. ഫലമ്മ തജാവസ്, ഞാൻ അവിടെ നിന്ന് അങ്ങനെ കയറിപ്പോയപ്പോ, മൂസയെയും കടന്നു പോയപ്പോ, ബക്ക, മൂസ അലൈഹിസ്സലാം കരഞ്ഞു എന്നാണ്. ഖീല ലഹു, മൂസയോട് ചോദിക്കപ്പെട്ടു, മായുബിക്കി, എന്തിനാ മൂസ അലൈഹിസ്സലാം കരയുന്നത്? നിന്നെ കരയിപ്പിച്ചത് എന്താ? ഖാല അബ്കി, ഞാൻ കരയുന്നു. ലിഅന്ന ഗുലാമൻ ബുഇസ ബഅദി, എനിക്ക് ശേഷം ഒരു കുട്ടി നിയോഗിക്കപ്പെട്ടു. യദ്ഖുലുൽ ജന്ന മിൻ ഉമ്മത്തിഹി അക്സർ മിമ്മൻ യദ്ഖുലുഹാ മിൻ ഉമ്മത്തി, എൻ്റെ ജനതയേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ, ജനത സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അവന്റെ ജനതയാണ്. അതാലോചിക്കുക. കാരണം എന്റെ ജനത എത്രക്കും നല്ല അനുഗ്രഹങ്ങളും എല്ലാം കിട്ടിയിട്ട് എന്റെ ജനതയിൽ നിന്ന് കുറച്ച് ആൾക്കാർ, എന്റെ അനുയായികൾ വളരെ കുറവാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിനോട് അസൂയ കൊണ്ടോ അത് നബിനോട് ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അരംഗം വിശദീകരിക്കുന്ന ഒരിക്കലും ഹസദല്ല എന്ന് തന്നെ മുഹദ്ദിസീങ്ങളോട് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് കാണാനാകും. ഏതായാലും വേറൊരു സന്ദർഭത്തിൽ പറയുന്നത്, റബ്ബ് സുബ്ഹാനഹു വ തആല മൂസയോളം വേറെ ആരെയും ഉയർത്തിയിരുന്നില്ല
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് ഉയർത്തിയത്. അവിടുന്ന് അങ്ങോട്ട് ഏറ്റവും മുകളിലേക്ക് അള്ളാഹ് കൊണ്ടുപോയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് നബിക്ക് കൊടുത്തൊരു ആദരവ് കൂടിയാണ്. നബിന്റെ ഉമ്മത്തിന് അള്ളാഹു നൽകുന്ന ആദരവ് കൂടിയാണ്. സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് മൂസയോളം ശ്രേഷ്ഠനാക്കി എന്ന് പറഞ്ഞത് അല്ലെ, സയ്യിദുൽ അംബിയ, അംബിയാക്കളുടെ നേതാവാക്കി എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ എത്രമാത്രം റബ്ബ് ആശ്വസിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. സുമ്മ സഅദ ബി ഇല സമാഇ സാബിഅ, ഏഴാം ആകാശത്തേക്ക് എന്നെയും കൊണ്ട് കയറിപ്പോയി. ഫസ്തഫ്തഹ് ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. അവിടെ തുറന്നു. അവിടെ ആരെയാ കണ്ടത്? ഫൈദ ഇബ്രാഹിം. നേരത്തെ പറഞ്ഞ എല്ലാ സംഭവം അവിടെ നടന്നു. അനുവാദം ചോദിക്കലും കൂടെ ആരാന്ന് പറഞ്ഞൊക്കെ അവിടെ നടന്നു. അവിടെ കണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. ഇബ്രാഹിം നബിനെ ജിബ്രീൽ പരിചയപ്പെടുത്തിയത് എങ്ങനെയെന്നറിയാം? ഹാദാ അബൂക, ഇത് നിന്റെ ഉപ്പയാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലൂടെയാണ് റസൂലുള്ളാഹി കടന്നു വരുന്നത്. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പര അല്ലെ, നിന്റെ ഉപ്പയാണ്. ഫസല്ലിം അലൈഹി, നീ എന്ത് ചെയ്യണം? സലാം പറയണം. ഫസല്ലംതു അലൈഹി, ഞാൻ സലാം പറഞ്ഞു. ഫറദ്ദ അലൈഹി സലാം, എനിക്ക് സലാം മടക്കി. മർഹബം, അവിടെ ആദം നബി പറഞ്ഞ അതേപോലെയാണ് ഇബ്രാഹിം നബി പറഞ്ഞത്. മർഹബം ഇബ്നു സാലിഹ് വ നബി സാലിഹ്, ഏറ്റവും നല്ല സ്വാലിഹായ മകന് സ്വാഗതം, ഏറ്റവും നല്ല സ്വാലിഹായ നബിക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. 7 ആകാശവും റസൂലുള്ള കടക്കാണ്. പിന്നീട് 7 ആകാശവും കഴിയാണ്. ഒരാളെയും അന്ന് അങ്ങനെ ഉയർത്തിയിട്ടില്ല, ഒരാളെയും അങ്ങനെ റബ്ബ് കൊണ്ടുപോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ റുഫിഅത് ലി സിദ്റത്തുൽ മുൻതഹ, പിന്നെ എനിക്ക് സിദ്റത്തുൽ മുൻതഹ ഉയർത്തപ്പെട്ടു. സിദ്റത്തുൽ മുൻതഹ എന്ന 7 ആകാശം കഴിഞ്ഞിട്ടുള്ള ഒരു ഇലന്ത മരം അല്ലെ, ശ്രേഷ്ഠമായി ആ ഇലന്ത മരത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി വിശദീകരിക്കാൻ ഫൈദാ നബ്ഖുഹാ മിസ്ലു ഖിലാലി ഹജർ, ഹജറിലെ തോൽപാത്രങ്ങൾ പോലെ അതിന്റെ ഫലങ്ങൾ തിറഞ്ഞു നിൽക്കുന്നത് കാണാനാകും. വൈദാ വറഖുഹാ മിസ്ലു ആദാനിൽ ഫീല, ഒരു ആനകളുടെ ചെവി പോലെ, ആനകളുടെ ചെവികൾ പോലെ അതിന്റെ ഇലകൾ വിടർന്നു നിൽക്കുന്നത് കാണാനാകും. വേറെ ചില റിവായത്തിൽ കാണാം, അതിനെ പൂമ്പാറ്റകൾ വന്ന്, പല വർണ്ണങ്ങളിലുള്ള പൂമ്പാറ്റകൾ വന്ന് അതിനെ പൊതിഞ്ഞു നിൽക്കുന്നു അല്ലെ. എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് നജ്മിലൊക്കെ പറഞ്ഞ വിശദീകരണങ്ങൾ, ആ സംഭവങ്ങളൊക്കെ കാണാം. അത്രമാത്രം അലങ്കരിക്കപ്പെട്ട ഒരു വൃക്ഷത്തിന്റെ ഉപരിയിലേക്ക് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തിന. അവിടെ അല്ലെ, ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം എന്നുള്ള അർത്ഥത്തിലാണ്. ഇൻതഹ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്, എൻഡ് എന്നൊക്കെ പറയാറുണ്ട്. സിദ്റ ആ ഒരു ഇലന്തമര അങ്ങ് അറ്റത്താണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതിന് ആ പേര് വന്നതെന്നും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. 4 നദികളെ അവിടെ അതിന്റെ ചുറ്റിലായി കണ്ടു, അതിന്റെ ചുവട്ടിലായി കണ്ടു അല്ലെ. അതുപോലെ നെഹ്റാൻ 2 അല്ലെ, റസൂലുള്ളാഹി അത് വിശദീകരിച്ചു. സ്വർഗീയ നദികൾ, പിന്നെ അതുപോലെ ദുനിയാവിലെ നീലും ഫുറാത്തുമാണ്, യൂഫ്രട്ടീസും നൈലുമാണ് എന്ന് പറയപ്പെടുന്നു. വേറെ റിവായത്തിൽ കാണാം യൂഫ്രട്ടീസും ടൈഗ്രീസും, അതിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനങ്ങനെ വിശദീകരിച്ചു പോകുന്നത്. ഏതായാലും വിശദീകരണത്തിൽ നമ്മൾ കടക്കുന്നില്ല. അവിടെ മഹാ അത്ഭുതങ്ങളെ റസൂലുള്ളാഹി കണ്ട കാഴ്ചകളെ പറയുന്നുവെന്ന്. അങ്ങനെ സിദ്റത്തുൽ മുൻതഹയും കഴിഞ്ഞ് പിന്നെ പോകുന്ന രംഗം സുമ്മ റുഫിഅ ലി അൽ ബൈത്തുൽ മഅമൂർ, പിന്നെ അല്ലെ എനിക്ക് വേണ്ടി ഉയർത്തപ്പെട്ടത് ബൈത്തുൽ മഅമൂറാണ്. അതും കഴിഞ്ഞിട്ട്, അതായത് സിദ്റത്തുൽ മുൻതഹന്റെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂലുള്ളാഹി കണ്ടു എന്ന് അറിയുന്നുണ്ട്. എന്താ സിദ്റത്തുൽ മുൻതഹ അല്ലെ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപത്തിൽ 2 തവണയാണ് ജിബ്രീലിനെ റസൂലുള്ളാഹി കണ്ടത്. ഒന്ന് ഈ യാത്രയിലാണ്. 600 ചിറകുകൾ ഉണ്ടായിരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്ന് പറഞ്ഞു. സിദ്റയുടെ അരികിൽ വെച്ചാണ് നബി കണ്ടത്. ഏതായാലും അത് വിശദീകരണം നമുക്ക് അവിടെ വരുന്നുണ്ട്, അവിടെ വായിക്കാം. ആ വരികൾ അവിടെ വരുന്നുണ്ട്, അവിടെ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ കഅബയെ പോലെ തന്നെ മുകളിലുള്ള ഉപരിയിലെ ബൈത്തിനെ സംബന്ധിച്ചാണ്. ثم أتيت بإناء من خمر وإناء من لبن وإناء من عسل, അങ്ങനെ അവിടെ വെച്ച് ബൈത്തുൽ മഅമൂറിന്റെ അവിടെ വെച്ച് എനിക്ക് 3 പാത്രങ്ങളിൽ 3 വിഭവങ്ങൾ കൊണ്ടുവരപ്പെട്ടു. ഒന്ന് കള്ളിന്റെയും, മറ്റൊന്ന് പാലിന്റെയും, മറ്റൊന്ന് തേനിന്റെയും പാത്രങ്ങൾ. ഫഅഖദ്തുൽ ലബന, ഞാൻ തെരഞ്ഞെടുത്തത് തേനായിരുന്നു. ജിബ്രീൽ പറഞ്ഞു ഹിയൽ ഫിത്ര അൻത അലൈഹ വ ഉമ്മത്തുക, ഇതാണ് നിന്റെ നൈസർഗികത, നിന്റെ പ്രകൃതം, നിന്റെ ഉമ്മത്തും അതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞു, സുമ്മ ഫുരിളത് അലിയ സ്വലവാത്തു 50 സ്വലാത്ത്, പിന്നീട് അവിടുന്ന് അങ്ങോട്ടല്ലേ എന്നാൽ ബൈത്തുൽ മഅമൂറിന്റെ അപ്പുറം, ബൈത്തുൽ മഅമൂറിലുള്ള മലക്കുകളെ സംബന്ധിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വേറെയും കാണാം. വേറെ ചില റിവായത്തുകളൊക്കെ പറയുന്നുണ്ട്. മലക്കുകളുടെ ഒരു കൂട്ടം തന്നെ, 70,000-ഓളം വരുന്ന മലക്കുകൾ ദിനേന അതിലേക്ക് കയറിപ്പോവുകയും പിന്നീട് പോയവരാരും തിരിച്ചു വരൂല്ല. അത്രക്കും വലിയ കൂട്ടം മലക്കുകളുടെ ബൈത്തുൽ മഅമൂറിലുള്ള മലക്കുകളുടെ സാന്നിധ്യങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി വിശദീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ
അതൊക്കെ മഹാ അത്ഭുത. റസൂലുള്ളാഹിയെ കണ്ട ജിബ്രീലിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും റബ്ബിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു, അള്ളാഹുവിനോട് സംസാരിക്കുന്നു. എവിടെ ഇതും കഴിഞ്ഞ് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട്, ആ കാഴ്ച റബ്ബിനെ കണ്ടിട്ട് നേരിൽ കണ്ടിട്ടാണോ? ഒരിക്കലല്ല. വേറെ റിവായത്തിലൊക്കെ പറയുന്നത് നബി അള്ളാഹുവിനെ കണ്ടിട്ടില്ല. നബി അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അത് നുണയാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുമുണ്ട്. മഹാനായ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഹൽ റഅയ്ത റബ്ബക്, റസൂലേ അങ്ങ് നിങ്ങളുടെ രക്ഷിതാവിനെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞു, ലാ ബൽ നൂർ, ഞാൻ അള്ളാഹുവിന്റെ പ്രകാശമാണ് കണ്ടത്. ഞാൻ അള്ളാഹുവിനെ ദുനിയാവിൽ ആർക്കും കാണാൻ കഴിയൂല. മുഅ്മിനീങ്ങളും റസൂലും മുഅ്മിനീങ്ങളും അള്ളാഹുവിനെ കണ്ടുമുട്ടും. അത് പരലോകത്ത്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ വവുജൂഹു യൗമഇദിൻ അല റബ്ബ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമയിലെ ആയത്തുകളൊക്കെ വിശദീകരിക്കുന്നത് അതാണ്. ഏതായാലും അള്ളാഹുവിനോട് റസൂലുള്ളാഹി സംസാരിച്ചു എന്നാണ് ഈ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അള്ളാഹുവിനോട് സംസാരിച്ചു. 5 നേരത്തെ നമസ്കാരം. സുമ്മ ഫുരിളത് അലയ്യ സ്വലവാതു 50 സ്വലാത കുല്ല യൗം. നബിക്ക് 50 വയസ്സുണ്ട്. ആ സമയത്ത് 50 വക്ത് നിസ്കാരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്, നിർബന്ധമാക്കിയത്. ഫറജഅതു, ഞാൻ 50 കൊണ്ട് മടങ്ങി. ഫമറർതു അലാ മൂസ, തിരിച്ചിങ്ങനെ പോകുമ്പോൾ മൂസയുടെ അരികിലൂടെ കടന്നു പോയപ്പോൾ ഫഖാല ബിമ ഉമിർതു, എന്താ റബ്ബ് കൽപ്പിച്ചതെന്ന് മൂസ ചോദിച്ചപ്പോൾ ഖാല ഉമിർതു ബി 50 സ്വലാതൻ കുല്ല യൗം, എല്ലാ ദിവസവും 50 വക്ത് നിസ്കാരമാണ് അള്ളാഹു കൽപ്പിച്ചതെന്ന് പറഞ്ഞു. ഖാല, മൂസാ നബി പറഞ്ഞു, ഇന്ന ഉമ്മതക ലാ തസ്തതിഉ 50 സ്വലാതൻ കുല്ല യൗം, നിന്റെ സമൂഹത്തിന് 50 വക്ത് നിസ്കാരം എല്ലാ ദിവസവും നമസ്കരിക്കാൻ സാധിക്കുകയില്ല. വഇന്നി വല്ലാഹി ഖദ് ജറബ്തു الناس قبلك وعالجت بني اسرائيل اشد المعالجه, ഞാൻ തീർച്ചയായും പടച്ച റബ്ബാണ്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബനു ഇസ്രായേൽ സന്തതികളിൽ ഇതിനേക്കാൾ ശക്തമായിട്ട് ഇതിനെ ചികിത്സിച്ചവനാണ്, ഇതിനെ കൈകാര്യം ചെയ്തവനാണ്, ഇതിനെ പരീക്ഷിച്ചറിഞ്ഞവനാണ്, അനുഭവിച്ചറിഞ്ഞവനാണ്. പക്ഷെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഫർജി ഇലാ റബ്ബിക ഫസ്അൽഹു തഖ്ഫീഫ ലിഉമ്മതിക്, നിന്റെ ഉമ്മത്തിന് ഒരു എളുപ്പവും നിന്റെ ഉമ്മത്തിന് ഒരു സാവകാശവും ഒരു ലാഘവവും കിട്ടാൻ വേണ്ടി റബ്ബിനോട് അപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്കുകൾ കേട്ട് റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചുപോയി. വേറെ ചില റിവായത്തിൽ കാണാം, ഈ ഉമ്മത്തിനെ മൂസാ നബി പരിചയപ്പെടുത്തിയത് ഇസ്രായേൽ സന്തതികളെ പോലല്ല നിന്റെ ഉമ്മത്ത്, അവർ ഏറ്റവും നിർമ്മലരാണ്, നിർമ്മല ഹൃദയം പേറുന്നവരാണ്, ലോല ഹൃദയരാണ്, അല്ലെ, ഇസ്രായേൽ സന്തതികളെ പോലല്ല എന്ന് മൂസാ നബി പറഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി ഫറജഅതു ഫവദഅ അന്നി അശറ, ഞാൻ മടങ്ങി 10 എനിക്ക് കുറച്ചെന്നു. ഫറജഅതു ഇലാ മൂസ, മൂസന്റെ അരികിലേക്ക് വന്നു. അതേ സംഭവം ഉണ്ടായി. അപ്പോൾ മൂസാ നബി എന്ത് ചെയ്യും, എന്നോട് മടങ്ങി പോകാൻ വേണ്ടി. അങ്ങനെ വീണ്ടും ഞാൻ പോയി, വീണ്ടും 10 കുറച്ചു. ഫറജഅതു ഇലാ മൂസ ഫഖാല മിസ്ലഹു, ആദ്യം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു. ഫറജഅതു ഫവദഅ അന്നി അശറ ഫറജഅതു ഇലാ മൂസ ഫഖാല മിസ്ലഹു ഫറജഅതു ഫഉമിർതു ബി10 സ്വലവാതിൻ കുല്ല യൗം. അങ്ങനെ അവസാനം ഓരോ ദിവസം 10 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതായിട്ട് ഞാൻ അങ്ങനെ മടങ്ങി വന്നു. 4 തവണ കൊണ്ട് പോയി മടങ്ങി വന്നതാണ്. കുറച്ച് വന്നു. 10 ആയപ്പോ മൂസാ നബി വീണ്ടും പറഞ്ഞു അതേപോലെ. അങ്ങനെ ഞാൻ വീണ്ടും റബ്ബിന്റെ അരികിലേക്ക് പോയി. ഫഉമിർതു ബി5 സ്വലവാതിൻ കുല്ല യൗം, അങ്ങനെ 5 നേരത്തെ നമസ്കാരം എല്ലാ ദിവസവും റബ്ബ് നിർബന്ധമാക്കി. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഫറജഅതു ഇലാ മൂസ, മൂസന്റെ അരികിലേക്ക് മടങ്ങി. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞതെന്താ, ഇന്ന ഉമ്മതക ലാ തസ്തതിഉ 5 സ്വലവാതിൻ കുല്ല യൗം, നിന്റെ ഉമ്മത്തിന് 5 നേരം ഓരോ ദിവസം നിസ്കരിക്കാൻ സാധിക്കൂല. വഇന്നി ഖദ് ജറബ്തു الناس قبلك وعالجت بني اسرائيل اشد معالجه فارجع الى ربك فاساله تخفيف لامتك. അതേ വാക്കുകൾ മൂസാ നബി തുടർന്നു എന്നാൽ. ഏതായാലും റസൂലുള്ളാഹി അവിടുന്ന് ഒരു മറുപടിയും പറഞ്ഞു മൂസാ നബിയോട്, സഅൽതു റബ്ബി ഹത്താ ഇസ്തഹയൈതു, ഞാൻ എൻ്റെ റബ്ബിനോട് എനിക്ക് നാണം വരുന്നത് വരെ ചോദിച്ചിട്ടുണ്ട്, പരമാവധി ലജ്ജ തോന്നുന്നത് വരെ ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട്. വലാകിന്നി അർളാ വഉസല്ലി, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, അല്ലേ, മൂസാ നബി പറയാണ്, മൂസാ നബിയുടെ വാക്കുകൾ ഞാൻ ഉൾക്കൊള്ളുന്നു, ഞാൻ അതിനെ സ്വീകരിക്കുന്നു, ഞാനതിൽ തൃപ്തിപ്പെടുന്നു. പക്ഷെ റബ്ബിനോട് ഇനി ചോദിക്കാനുള്ള ഈ ഒരു കാരണം, റബ്ബിനോട് ചോദിക്കാനുള്ള ലജ്ജ കാരണം ഇനി ഞാൻ അതിനെ കുറക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്ന രംഗങ്ങൾ മറ്റു ചില റിവായത്തുകളിലൊക്കെ കാണാം. ഏതായാലും റബ്ബ് സുബ്ഹാനഹു വ തആല അത് 50 വക്ത്, അല്ലെ, ഒരു നന്മക്ക് 10 ഇരട്ടി എന്നുള്ള നിലക്ക് 5 നേരം നമസ്കാരം 50 ഇരട്ടി പ്രതിഫലമായി റബ്ബ് സുബ്ഹാനഹു വ തആല 50 നേരത്തെ നമസ്കാരമായി അതിനെ കണക്കാക്കുന്നുവെന്നാൽ അംദൈതു ഫരീളതി വഖഫഫ്തു അൻ ഇബാദി, എൻ്റെ അടിമകളെ തൊട്ട് ഞാൻ അതിനെ ലഘൂകരിക്കുന്നുവെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഏതായാലും ഇതായിരുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ വീണ്ടും ബൈത്തുൽ മുഖദ്ദസിലേക്ക് റസൂലുള്ളാഹി വന്നിറങ്ങുകയും പിന്നീട് അവിടെ നിന്ന് നേരെ മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുറാക്കിൽ തിരിച്ചെത്തുകയും
നബിയുടെ വീട്ടിൽ കിടന്നുറങ്ങുകയും പിറ്റേ ദിവസം പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പലരും എന്ത് ചെയ്യുന്നു, ആ ഒരു സംഭവം പറഞ്ഞപ്പോൾ നബി അവഹേളിക്കുകയും ചെയ്യുന്ന രംഗങ്ങളാണ് മറ്റു ചില ഹദീസുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. ഇപ്പൊ ഈ ഇമാം ബുഖാരിന്റെ ഹദീസിൽ ഇത്രയും ഭാഗങ്ങളാണ്. ബുഖാരിയിലെ ഈ ഒരു റിവായത്തില്, ഈ ഒരു റിപ്പോർട്ടിൽ വേറെയും കുറെ റിപ്പോർട്ടുകളുണ്ട്. അതിലൊക്കെ ഓരോ സംഭവങ്ങളും പലതും പല ഇതിൽ പറയാത്ത പലതും അവിടെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ എടുത്ത് ചേർത്ത് വായിക്കുമ്പോൾ കുറെ സമയങ്ങൾ വേണം, കുറെ സമയം നമ്മൾ അതിനു വേണ്ടി ഇരിക്കണം. ഏതായാലും ഇതായിരുന്നു ആകെ തുക. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചെത്തിയപ്പോ അബൂജഹൽ എപ്പോഴും കളിയാക്കുന്ന ആളാണല്ലോ. റസൂലുള്ളാഹിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, എന്താ രാത്രി വല്ലതും സംഭവിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതെ സംഭവിച്ചു. റസൂലുള്ളാഹി കോൺഫിഡൻസോട് കൂടി വളരെ ഉച്ചത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ഒരു പുതിയ സംഭവം ഉണ്ടായി. എന്താ സംഭവം? അബൂജഹലിനോട് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസ് വരെ പോയി വന്നു എന്ന് പറഞ്ഞ രംഗം. അപ്പോ അബൂജഹൽ പരിഹസിച്ചു, പലപ്പോഴും പരിഹസിക്കുന്നവനാണ്. പക്ഷെ ഇതിലൊരു പരിഹാസത്തിന് ഒരു കാരണം കൊണ്ടിട്ട് ആളുകളെ മുഴുവൻ വിളിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് പറയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അതെ ഞാൻ പറയാം. മക്കയിലെ പ്രമാണിമാരെയും മക്കയിലെ പ്രസിദ്ധരെയും വിളിച്ചുകൂട്ടി അബൂജഹൽ നബിയെ പരിഹസിക്കാൻ കടന്നു വന്നു. എന്താണ് മുഹമ്മദ് പറയുന്നത് നിങ്ങൾ കേൾക്കൂ, റസൂലുള്ളാഹിയോട് പറയാൻ പറഞ്ഞു. റസൂലുള്ളാഹി സംഭവം മുഴുവൻ വിശദീകരിച്ചു. നബിയിൽ വിശ്വസിച്ച പലരും, ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതിയ ആളുകൾ പലരും മുർത്തദ്ദായി നബി പറഞ്ഞത് നുണയാണ് എന്ന് വിചാരിച്ചിട്ട് മക്കക്കാരെ നബിയെ കളിയാക്കുകയും ചെയ്തു. ഒരു മാസം ഇവിടുന്ന് വിദൂരതയുള്ള ഒരു ഒട്ടകപ്പുറത്ത് യാത്ര പോവുകയാണെങ്കിൽ ഒരു മാസം എടുക്കും ബൈത്തുൽ മുഖദ്ദസിലെത്താൻ, തിരിച്ചും ഒരു മാസം എടുക്കും. അങ്ങനെയുള്ള ഒരു നാട്ടിലേക്ക് ഇത്ര രാവിലെ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് നീ പോയി വരികയോ എന്ന് ചോദിച്ച് നബിയെ പരിഹസിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു സംശയവുമില്ല, കാരണം ആകാശത്ത് നിന്ന് എല്ലാ രാവുകളിലും പകലുകളിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വഹി വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതിന്റെ അത്രയൊന്നുമില്ലല്ലോ ഇതെന്നാണ്. അധിക രാവും പകലുകളിൽ നബിയിലേക്ക് വഹി വരാറുണ്ട്. അത് അതിനും അപ്പുറത്താണ്, ഈ പറയപ്പെട്ടതിനേക്കാളും അപ്പുറത്താണ്. അത് വിശ്വസിക്കുന്ന എനിക്ക് ഇതിലൊരു പ്രയാസവും തോന്നുന്നില്ല. മുഹമ്മദ് പറഞ്ഞോ ഖദ് സദഖ്, ഇത് സത്യമാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സംഭവത്തിൽ ചേർത്ത് പറഞ്ഞ് നമുക്ക് കാണാനാകും. ഏതായാലും മക്കക്കാർ മുഴുവൻ പിന്നീട് നബിനോട് എന്ത് ചെയ്യാണ്, എന്താ അവിടെ കണ്ടത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നബിനെ വിഷമിപ്പിക്കുന്ന കാണാം. അതും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തു. അതും കൂടി നമുക്ക് വായിക്കാം. ലഖദ് റഅയ്തുനി ഫിൽ ഹിജർ, ഞാൻ ഇങ്ങനെ ഹിജറിന്റെ കഅബന്റെ അരികത്തുള്ള ഹിജറിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഖുറൈശുൻ തസ്അലുനി അൻ മസ്റ, എന്റെ രാത്രിയിലെ യാത്രയെ സംബന്ധിച്ച് ഖുറൈശികൾ ഇങ്ങനെ ചോദിക്കും. ഫസഅലത്നി അൻ അശ്യാഅ മിൻ ബൈത്തുൽ മഖ്ദിസ് ലം ഉസ്ബിതുഹാ, ബൈത്തുൽ മുഖദ്ദസിനെ സംബന്ധിച്ച് അവരിങ്ങനെ പലതും ചോദിക്കുമ്പോൾ എനിക്കതിനിങ്ങനെ സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം പല കാഴ്ച, ഞാൻ രാത്രിയാണല്ലോ യാത്ര പോയത്, രാത്രി നബി കാഴ്ച കണ്ടുകൊണ്ട് തന്നെ നബി അതിന്റെ ചുറ്റുവട്ടങ്ങൾ അതിന്റെ അടയാളങ്ങളൊന്നും നബി എന്ത് ചെയ്തിട്ടില്ല, ഓർത്തു വെച്ചിട്ടില്ല പലതും. ആ സമയത്ത് നബി അപ്പം മറുപടി പറയാൻ പറ്റിയിട്ടില്ല. എപ്പോ ഈ ഹിജറിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, കാരണം രാത്രിയാണ് യാത്ര അല്ലെ. പലപ്പോഴും അവർ ചോദിച്ച ചോദ്യങ്ങൾ, കാരണം നേരെ വരുന്നു, ബുറാക്കിൽ കയറുന്നു, അതുപോലെ തന്നെ മിറാജ് സംഭവിക്കുന്നു, തിരിച്ചു വരുന്നു, അത് മക്കയിലേക്ക് എത്തുന്നു. അവിടെയുള്ള അടയാളങ്ങളൊന്നും നബി ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഹദീസിൽ ഇങ്ങനെ കാണാം, ലഖദ് റഅയ്തുനി ഫിൽ ഹിജ്രി വ ഖുറൈശുൻ തസ്അലുനി അൻ മസ്റായ ഫസഅലത്നി അൻ അശ്യാഅ മിൻ ബൈത്തുൽ മഖ്ദിസ് ലം ഉസ്ബിത്ഹാ ഫകുരിബ്തു ഖുർബതൻ മാ കുരിബ്തു മിസ്ലഹാ ഖത്തു. റസൂൽ പറയാൻ, എനിക്കുണ്ടായ പ്രയാസം അങ്ങനത്തെ ഒരു പ്രയാസം വേറെ ഉണ്ടായിട്ടില്ല. അവരിങ്ങനെ ചോദിച്ചിട്ട് എനിക്കതിന് മറുപടി പറയാൻ പറ്റാതെ ഞാൻ വായടക്കപ്പെട്ട നിമിഷം, അതുപോലത്തെ ഒരു പ്രയാസം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഖാല റസൂൽ പറഞ്ഞു, എനിക്ക് ബൈത്തുൽ മുഖദ്ദസിനെ അള്ളാഹ് അങ്ങനെ കാണിച്ചു തന്നു. ഇതിന്റെ ഒരു രൂപം പോലെ നബിയുടെ കണ്ണിൽ പിന്നെ രണ്ടാമത് കാണിച്ചു കൊടുത്തു ഞാൻ. അതിൽ ഓരോന്നും ഞാൻ നോക്കി. അവർ ചോദിച്ചതൊക്കെ എനിക്ക് റബ്ബ് കാണിച്ചു തന്നു. എന്നിട്ട് ഞാൻ എന്ത് ഇല്ല അമ്പച്ചുഹും ലബ്ബിഹി, ഞാൻ അതൊക്കെ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവരിൽ പലരും അത്ഭുതപ്പെട്ടു. അതിന്റെ ഓരോ രംഗങ്ങളെയും ഞാൻ വിശദീകരിച്ചപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ആ ഹദീസ് ഇങ്ങനെ തുറന്നു പോകുന്നു. ഏതായാലും ആ സംഭവങ്ങൾ, ഇസ്രാ മിഅ്റാജ് യാത്രയിലെ മഹാരംഗങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ ജീവിതത്തിലെ സന്ദർഭങ്ങൾ, അതാണ് നമ്മളെത്ര സമയം കൊണ്ട് വിശദീകരിച്ചത്. ഇതിലെ പല റിവായത്തുകൾ ഈ ഒരു വിഷയത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട പല കാഴ്ചകൾ, സ്വർഗവും നരകവും അവിടെ കാണിക്കപ്പെട്ടു എന്നാണ് അല്ലെ. സ്വർഗത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഇടങ്ങളെ റസൂലുള്ളാഹി കണ്ടു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള കൊട്ടാരം കണ്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നരകത്തിൽ ബർസഖിൽ ഒക്കെ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ രംഗങ്ങൾ റസൂലുള്ളാഹി വിശദീകരിച്ചു. മുഖം ഇരുമ്പിന്റെ നഖങ്ങൾ കൊണ്ട് മുഖം പിച്ചി ചീന്തുന്ന ആളുകളെ, അതുപോലെ തന്നെ വ്യഭിചാരികളെ, വ്യഭിചാരിണികളെ,
പല രീതിയിലുള്ള പലിശ തിന്നുന്നവരെ, പല രീതിയിലുള്ള ശിക്ഷാ രീതികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുത്തതൊക്കെ ആ യാത്രയിലാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഓരോരോ റിവായത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാനാകും. നമ്മൾ ഇന്ന് വായിച്ചത് ഏറെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇമാം ബുഖാരിയുടെ ഹദീസിനെ സംബന്ധിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഉപകാരപ്രദമായ അറിവ് നമുക്ക് വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ ഒരു മടിയും ഒരു അലസതയും ഇല്ലാതെ വാരിക്കൂട്ടുവാൻ, അതിനെ നുകരുവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.